ये तो वही क्रिमिनल है ना? उसको हमने कई बार पकड़ा, हर बार छूट जाता है। सही कहा। मैम पता है कौन है? हाँ हाँ, क्यों नहीं। अरे ललित भंडारी एडवोकेट है, उसका क्लाइंट है ये। अरे 50 से ऊपर केस हैं इसके। सुना है चेन्नई का है या केरल का है, लुइस एंटोनी नाम है इसका। अरे इसने कई जघन्य अपराध किए हैं, लूट, डकैती, रेप, मर्डर, न जाने कितने। इसके खिलाफ कोई गवाह गवाही देने भी नहीं आता और ना ही अपने पीछे कोई सबूत छोड़ता है। और आज भी ये छूट जाएगा, देख लेना। बाकी गवाहों के एविडेंस हियर से है। विक्टिम की बीवी आई विटनेस है। वो कुछ बोलेगी नहीं सर, कुछ भी नहीं। तो फिर हम जीत जाएंगे। चलो। In committing the murder of Rajesh Tiwari, aged 35, son of Manohar Tiwari, the chain of evidences to prove the culpability of the accused has not been successfully established by the prosecution. The accused Louis Anthony is hence entitled to be acquitted. Point answered accordingly. Martial arts gang makes life difficult for the police. Apart from the murder of a youth in the city, this martial arts gang and its members are suspects in a number of criminal cases registered. And he is their leader, Louis Anthony, age 33 years, born 1985, Kannur, Kerala. In 1989, when he was 4 years, he moved to Delhi. At the age of 17, he was expelled from school for drug abuse and spent some time in juvenile for the attempted murder of his classmate. From 2002 till date, he has been involved in criminal activities. The modus operandi of his gang is to trespass homes and terrorize people by violence, and has more than 50 registered cases against him. Hostile witnesses are the only reason why he still hasn't been convicted. He is presently active in Uttarakhand and is carrying out fresh recruitments of trained martial artists. मुझे इसका अपडेटेड हिस्ट्री शीट चाहिए और इसका मार्शल आर्ट्स गैंग मेंबर्स का भी. Contact all the martial arts schools in our area and get me a source. Sir, I know one person. He's an active member of Martial Arts Association and he's also from Kerala. We can call him. Call him. Who's he? He's a Kung Fu master.
ഋതു ചേച്ചി യെസ് വർഗീസ് ടെൽ മീ ഹൗ കൻ ഐ ഹെൽപ്പ് യു? ഈ വീഡിയോയില് ഋതു ചേച്ചിയും പിന്നെ ഋതു ചേച്ചിയുടെ ബ്രദർ റിഷാനും കൂടി എന്താ പ്രാക്ടീസ് ചെയ്യണേന്ന് എനിക്കറിയാം. ആഹാ അപ്പൊ വർഗീസ് പറഞ്ഞ എന്താ അത്? മെൻഷൻ കുൻഫു. പെർഫെക്റ്റ്. സ്മാർട്ട് മാൻ. സ്മാർട്ട് മാൻ അല്ല, സ്മാർട്ട് ബോയ്. ഓ സോറി. ഓ സ്മാർട്ട് ബോയ് തന്നെ തന്നെ പറയുവാ. വർഗീസിന് എങ്ങനെ മനസ്സിലായി അത് വിങ് ചുൻ കുങ്ഫു ആണെന്ന്? അതാ വീഡിയോന്റെ അടിയിൽ അതല്ല, ഞാൻ ഇപ്മാൻ പറഞ്ഞ മൂവി TV കണ്ടിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പൊ ഇപ്മാൻ ആരാ? ഡോണിയൻ. മണ്ടൻ. ഡോണിയൻ ഇറ്റ്മാനായിട്ട് അഭിനയിച്ച ആളുടെ പേരല്ലേ? റുവാൻ, വർഗീസിനെ മണ്ടാന്ന് വിളിക്കല്ലേ? റൊവാൻ ഓൾവേസ് ഇങ്ങനെയാ, ഭയങ്കര ബ്രില്യന്റ് ആണെന്ന വിചാരം. എന്താ റൊവാൻ എന്ന് പറഞ്ഞ് ഇപ്മാൻ ആരാ? ഇപ്മാൻ ബ്രൂസ്ലിയുടെ ടീച്ചർ അല്ലേ? യെസ് റുവാൻ, കറക്റ്റ്. ആ ചേച്ചി എന്തൊക്കെയാ ഇവരീ പറയുന്നേ? ആഹാ, എല്ലാരും കൂടി ചേച്ചിയുടെ ബെഡിൽ കയറിയിരുന്നാണോ ഡിസ്കഷൻ മുഴുവനും? അതൊന്നും കുഴപ്പമില്ല, ഒരു രസമല്ലേ. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു ചേച്ചി. 3 hours ട്രാവലിൽ ഇറങ്ങിയേക്കാം. ആ മാസ്റ്റർ പോകാൻ റെഡിയായോ? ഇറങ്ങുവാ. ഓക്കെ. താമസമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാം ഓക്കെ. ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ? ഇല്ല, സ്വന്തം വീട് പോലെ അല്ലേ. സ്വന്തമാണല്ലോ. ഋഷിയെ ഞാൻ അന്വേഷിച്ചെന്ന് പറയൂ. പറയാം. സൺഡേ ഈവനിങ് വരൂലേ ഋതു? മൺഡേ ഹോളിഡേ അല്ലേ ചേച്ചി, അപ്പൊ വീട്ടിൽ നിന്ന് എല്ലാവരും ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. മിക്കവാറും മൺഡേ ഈവനിങ്, ട്യൂസ്ഡേ മോർണിംഗ്. ഋതുവിനെ ബസ് സ്റ്റേഷനിലേക്ക് ഒന്ന് ഡ്രോപ്പ് ചെയ്യൂ. ശരി, പോയിട്ട് വരാം ചേച്ചി. ഞാനിവിടെ വന്നിട്ട് 6 മാസമായുള്ളു. നാട്ടിൽ കുറച്ച് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് പൊട്ടി നിൽക്കക്കൊള്ളില്ലാത്തൊരവസ്ഥ വന്നപ്പോൾ രാജനച്ഛനെ ഞാൻ വിളിച്ച് ഇവിടെ എന്തെങ്കിലും പണി റെഡിയാക്കി തരാമെന്ന് ചോദിച്ചു. അച്ഛൻ പറഞ്ഞ് കയറി പോരാ. അങ്ങനെ ഞാൻ ഇങ്ങോട്ട് പോരുന്നു. ഋതുവിന് ഇവിടുന്ന് ഋഷികേശിലോട്ട് സ്ട്രൈറ്റ് ബസ് കിട്ടില്ലല്ലോ? ഇല്ല, ഡെറാഡൂണിന്ന് ബസ് മാറിക്കാരണം. വണ്ടി ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ വെയിറ്റ് ചെയ്യണോ? ഇല്ല വേണ്ട, പോയിക്കോ. താങ്ക് യു. എന്നാ ശരി. भैया एक देहरादून. एक देहरादून? थैंक यू. थैंक यू. ഇപ്പൊ സമയം എന്തായി? എന്തിനാടാ? ഋതു 5 മിനിറ്റിൽ വരൂന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വരുവാടാ. നിനക്കൊരു ക്ഷമയില്ലല്ലോ. ഞാൻ ക്ഷമയോട് നിൽക്കുവല്ലേ, കാണുന്നില്ലേ? കാണുന്നുണ്ട്. ഹലോ ഹലോ, ഞാൻ എന്താ എത്തി. ഞങ്ങൾ ഈ സ്റ്റാൻഡിൽ ലെഫ്റ്റ് സൈഡ് കോർണറിൽ നിന്നിട്ടുണ്ട്. പ്രൈവറ്റ് വെഹിക്കിൾസ് പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത്. കണ്ടോ? ഓക്കെ കണ്ടു. നീ എടുത്തോളൂ. ഓക്കെ, പാടാ. എന്തൊക്കെയുണ്ട് വിശേഷം? നിന്റെ വിശേഷങ്ങൾ പറ. യാത്ര എങ്ങനെ ഉണ്ടായിരുന്നടാ? കുഴപ്പമില്ലായിരുന്നു. 3 hours ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ സന്തോഷം നോക്കി. ജോലി താമസമൊക്കെ നല്ലതാ അച്ഛാ. താമസം രാജന്റെ വീട്ടിലായതുകൊണ്ട് അത് ഞങ്ങൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. അച്ഛൻ എന്നെ മിസ് ചെയ്തോ? നീ ഇല്ലാണ്ട് വീട് ഉറങ്ങിപ്പോയില്ലേ? അതല്ല, എനിക്ക് അനീതി മതി. അത് കൊള്ളാം. നിന്റെ ഫ്രണ്ട് അർജിത്ത് അവന്റെ ബ്രദർ കൊണ്ട് വഴക്കടിക്കൊണ്ടാണോ നീ സിസ്റ്റർ മതി എന്ന് പറയണേ? എന്താ ചാൻ പറയുന്നേ? അവന് സിസ്റ്റർ അച്ഛക്ക് സിസ്റ്റർ അല്ലേ ഉള്ളത്, അപ്പൊ എനിക്ക് സിസ്റ്റർ. അതുകൊണ്ട് നീ ഇപ്പഴേ ഫിക്സ് ചെയ്തോടാ അനിയത്തിയാന്ന്? ഇല്ല മാസ്റ്റർ, 2 ദിവസത്തേക്ക് ഞാൻ ഫ്രീ അല്ല. ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പ്. ഓക്കെ മാസ്റ്റർ, ഞാൻ വിളിക്കാം. അച്ഛാ, പിന്നെ നമ്മുടെ നാളത്തെ ട്രാവൽ പ്ലാൻ എങ്ങനെയാ? നമ്മൾ ആദ്യം ബദരി പോവാ. ബദരി പോയിട്ട് അമ്മയുടെ ആണ്ടുപള്ളി ഇട്ടതിന് ശേഷം പിന്നെ എന്താന്ന് വെച്ചാൽ നിങ്ങൾ 3 പേരും കൂടെ തീരുമാനിക്കേ. എല്ലാവരും കഴിച്ച് നേരത്തെ കിടന്നുറങ്ങാൻ നോക്കാം. രാവിലെ 5 നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. എല്ലാവരും എഴുന്നേറ്റുള്ളല്ലോ.
പറവയായുയരുവാൻ ചിറകുകൾ തേടിയിടാം. ഓളങ്ങൾ നീരാടും തീരത്തിൽ മാറിയം ചാത്തിടും ഓർമ്മകൾ ചാരേ. പുലരിവയിൽ വിരലുകളാൽ ഋതുവെഴുതും മായാവർണ്ണങ്ങൾ മലരുകളെ കോർത്തു നാം അണിയുകയായൊരു പൂക്കാലം. പ്രിയതരമേതോ ഗാനം പാടി നാം മെല്ലെ സ്മൃതികളിലേതോ സ്നേഹം തൂമഞ്ഞായി പ്രിയേ ഒരു കനവായി നാം. ഈ വഴി മുകിലായൊഴുകാം ആലോലം. പറവയായുയരുവാൻ ചിറകുകൾ തേടിയിടാം. ഈ നീലശൈലങ്ങളും ഈ വാഹിനി തീരവും പാദങ്ങളിൽ സ്നേഹമാ പൂക്കൾ വിരിക്കുന്നു. ഇനി നീളും വഴി ചിരിതഴുതിരുന്നു യാത്രയിൽ. കല്ലോലിനി അലയൊഴുകി നാമെങ്ങും മാഞ്ഞിടല്ലേ മങ്ങിടല്ലേ ഈ സ്വഗതീരം. Do you know, this is the second highest and longest rope in Asia. See, ഇതേമാതിരത്തെ 10 ടവർ ഉണ്ട് മേള് വരെ. ഈ കാണുന്ന ഏരിയൊക്കെ ഡിസംബർ ജാനാകുമ്പോൾ ഫുള്ളായിട്ട് സ്നോ ആയിരിക്കും. ഭയങ്കര രസമാണ്. നമുക്കിനി സ്നോ വരുമ്പോൾ വരാം കേട്ടാ. ഓളങ്ങൾ നീരാടും തീരത്തിൽ മാറിയം ചാത്തിടും ഓർമ്മകൾ ചാരേ. ഈ വഴി
അത്യാവശ്യം ലുക്കൊക്കെ ഉണ്ട്. നിന്റെ ആദ്യത്തെ പെണ്ണാണല്ലോ അല്ലേ? ആ ഹരീഷേട്ടൻ അറിയാലോ ഈ ചടങ്ങുകളൊക്കെ എങ്ങനെയാണ്. ആ നിങ്ങൾ പിന്നെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നാണല്ലോ. ആ എടാ ഋഷി, ഞങ്ങൾ ആ ജംഗ്ഷൻ ക്രോസ് ചെയ്തു. അവിടുന്ന് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ലെഫ്റ്റ് ആണ് എടുത്തേക്കണേ, അതിനല്ലേ? ആ ഓക്കെ, കറക്റ്റ്. അപ്പൊ എനിക്ക് ഇവിടെ അറിയാം, മനസ്സിലായി. ഓക്കെ, ദേ എത്തിയടാ, ഇപ്പൊ എത്തി. ഓക്കെ. ആ എടാ, എങ്ങനെയാണ് ട്രിപ്പൊക്കെ? നന്നായിരുന്നു. ഗുഡ്. വാ വാ. എടാ ഇത് നവീൻ. മോനെ. ഹലോ നവീൻ. ഹായ് അങ്കിൾ. വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായോ? ഇല്ല, ചെറിയ കൺഫ്യൂഷൻ ആയെന്ന് തോന്നുന്നു അല്ലേ? മോനെ വഴിക്ക് ആദ്യമായിട്ടാണോ? ആ ഞാൻ ആദ്യമായിട്ടാ. വരൂ. ഹരീഷിന്റെ ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട് ഇവിടുത്തെ? നന്നായിട്ട് പോകുന്നു. നാട്ടിലേക്കൊക്കെ പോകാറുണ്ടോ? ഞാൻ ഇപ്പൊ ഓഫീസിൽ നിന്ന് തുടങ്ങി. അവിടെ ഇടയ്ക്കിടയ്ക്ക് പോകേണ്ടി വരും. താങ്ക് യു. യു വെൽക്കം. മധുരം അധികം ഇട്ടുണ്ടോടാ? ഇല്ല, അതില്ല. എങ്ങനെയുണ്ട് പുതിയ ജോലിക്ക് ജോയിൻ ചെയ്തിട്ട്? കുഴപ്പമില്ല, നല്ല എക്സ്പീരിയൻസാ. ഓ വെരി നൈസ്. വീട്ടില് ചേച്ചിയും പിള്ളേരും. ചേച്ചിക്ക് പിള്ളേർക്ക് സുഖമായിരിക്കുന്നു. പിള്ളേർ ക്ലാസ്സിൽ പോയി. ഇത് നവീൻ, എന്റെ കസിനാണ്. ഹായ്. ഋഷി ഇപ്പൊ ഇങ്ങനെ ഋതുവിന് വേണ്ടി പ്രപ്പോസൽ നോക്കുന്നു പറഞ്ഞപ്പോഴാണ് ഞാനെന്നാ ഇവന്റെ കാര്യം ഒന്ന് ആലോചിക്കാന്ന് വിചാരിച്ചത്. എന്റെ കസിനാന്ന് നോക്കേണ്ട കാര്യമില്ല കേട്ടോ. നിങ്ങൾ പരസ്പരം സംസാരിച്ച് പരിചയപ്പെട്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് നോക്കാം. അല്ലെങ്കിൽ അതെ, അവര് തമ്മിൽ സംസാരിച്ച് പരിചയപ്പെടട്ടെ. ഹരീഷേട്ടൻ എപ്പോഴും പറയാറുണ്ട് ഋഷിയേട്ടന്റെയും ഋതുവിന്റെയും കാര്യം. ഓ, ഹരീഷേട്ടനെ കുറെ കാലമായിട്ട് അറിയാം. ഋഷിയേട്ടന്റെ അടുത്ത ഫ്രണ്ടാ. ഹരീഷേട്ടൻ അപ്പൊ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ കല്യാണാലോചനകൾ നടക്കുന്നുണ്ട്, എന്നാ പിന്നെ നമുക്കൊരു പ്രപ്പോസലായിട്ട് നോക്കിയാലോ എന്ന് പറഞ്ഞു. ഞാനിതുവരെ അങ്ങനെ ഒരു പെണ്ണുകാണൽ ചടങ്ങിനോ അങ്ങനെ പേരൻസ് ഒന്നും പറഞ്ഞിട്ട് പോയിട്ടില്ല. സോ ഇത് ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നി, അപ്പോൾ വരാമെന്ന് വെച്ചു. ഇപ്പൊ ഞാനൊരു 3 days ആയിട്ടുള്ളൂ എനിക്ക് ജോബ് കിട്ടിയിട്ട്. ഇവിടെ DIT യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ടാ. അവിടെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു കല്യാണം ഞാൻ ചിന്തിച്ചിട്ടില്ല. ഒരു എന്തായാലും 1 year വർക്ക് ചെയ്തിട്ട് ഇതിപ്പോ ഞാൻ അറിയാണ്ട് ഇവര് പെട്ടെന്ന് ഡിസൈഡ് ചെയ്തു. ഞാനൊരു പെട്ടെന്നൊരു റിപ്ലൈ ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. സി പ്രാക്ടിക്കലി ആലോചിച്ച് ഋതുവിനെ കാണാൻ വന്ന പയ്യൻ എങ്ങനെയുണ്ട്? നല്ല പയ്യൻ. അവര് തമ്മിൽ നല്ല ചർച്ചയുണ്ട്. അവള് വല്ലതും പറഞ്ഞോ? അവളൊന്നും പറഞ്ഞില്ല, പക്ഷെ എനിക്ക് തോന്നുന്നത് അവൾക്ക് ഇഷ്ടായി. നോക്കാം. ബസ്സുണ്ട്, എന്നാ ശരി, ചെന്നിട്ട് വിളിക്കാം. ഓക്കെ, ബൈ. ഋതു, എങ്ങനെയുണ്ടായിരുന്നു 2 ദിവസത്തെ ട്രിപ്പ്? നല്ലായിരുന്നു മാസ്റ്റർ. ബദ്രിനാഥിൽ പോയി. അമ്മയുടെ ആണ്ട് ദിവസമായിരുന്നു. അപ്പൊ ബലിയിട്ടു, അതായിരുന്നു പ്രധാനം. പിന്നെ കുറെ കറങ്ങി. പെണ്ണ് കാണൽ ചടങ്ങ് എങ്ങനെയുണ്ടായിരുന്നു? അയ്യോ അതോ, ഞാൻ തന്നെ അവിടെ എത്തിയപ്പോഴാ അറിയുന്നത്. നല്ല പയ്യനാന്ന് കേട്ടല്ലോ. അപ്പൊ ഇവിടെ എല്ലാ ന്യൂസും കിട്ടുന്നുണ്ടല്ലോ. ഋതു തീരുമാനിക്കട്ടെ എന്ന് ഋഷി പറഞ്ഞത് അല്ലേ? അതെ. ഹലോ. ഹലോ. എന്താടി? കഴിച്ചോ? ഞങ്ങള് കഴിച്ചില്ല. നീ കഴിച്ചോ? കഴിച്ചതേ ഇപ്പൊ റൂമിലെത്തിയുള്ളൂ. അപ്പുവേ ടിവിയുടെ വെള്ളം കുറച്ച്. അച്ഛൻ എന്താ എടുക്കുവാ? അച്ഛൻ റൂമിലുണ്ട്, വിളിക്കണോ? വേണ്ട, വിളിക്കണ്ട. ചേച്ചി എന്തേ? അനു കുളിക്കാൻ കയറി. അവനോ? അവനിവിടെ ടി വി കണ്ടോണ്ടിരിക്കുക. പഠിക്കുന്നുണ്ടോ അവൻ? പഠിക്കുന്നൊക്കെ ഉണ്ട്. പഠിച്ച് ക്ഷീണിച്ചു കഴിഞ്ഞപ്പോ അവനൊരു 10 മിനിറ്റ് റെസ്റ്റ് വേണമെന്ന്. എടി ഞാനേ
നിന്നിപ്പോൾ തിരിച്ചു വിളിക്കാം. ശരി, ഓക്കെ. Yes, बोलिए. Louis. Yes, Louis. Louis Anthony. You know me, but not so well. Hey, hello. അച്ഛാ, കൊച്ചിനെ കൊണ്ടാകത്ത് പോ. ലൂയിസ്, നിനക്ക് എങ്ങനെ എൻ്റെ പേരറിയാം? ജസ്റ്റ് ഫ്യൂ ഡേയ്സ് ബാക്കാണ് ഞാൻ നിന്നെ കുറിച്ച് കേൾക്കുന്നത് തന്നെ. ഋഷിറാം, a kung fu teacher, Keralite, collecting data about me. So I thought I will come and help you myself. നമുക്ക് പുറത്ത് വെച്ച് സംസാരിക്കാം. എവിടെ വേണമെങ്കിലും ഞാൻ വരാം, എപ്പോൾ വേണമെങ്കിലും. നിങ്ങൾ പറയുന്ന സ്ഥലത്ത്. പ്ലീസ് സ്റ്റോപ്പ് ദിസ്, പ്ലീസ്. പുറത്ത് വെച്ച് സംസാരിക്കാൻ ഞാനും നീയും തമ്മിൽ എന്താണ് ഡീൽ? വാട്ട്സ് ദ ഡീൽ ബിറ്റ്വീൻ യു ആൻഡ് ഐ? Anyhow, you're a good fighter. Boys, I want to see more. I want to see more!
വീട്ടിലുണ്ടായിരുന്നല്ലോ, ഞങ്ങൾ അവളെയും കൊണ്ടാ വന്നത്. ഭയങ്കര സംഭവമായിപ്പോയല്ലോ മാസ്റ്ററെ. ഭീകര ട്രാജഡി ആയിപ്പോയി. നമ്മൾ ഈ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടെന്നല്ലാതെ. ഋഷിയുടെ അച്ഛനും കൊച്ചും വൈഫ് 3 പേരും പോയോ? 3 പേര് പോയി. ഋഷിയുടെ വൈഫ് പ്രഗ്നന്റ് അല്ലായിരുന്നു? യെസ്, അവൾ പ്രഗ്നന്റ് ആയിരുന്നു. 7 months. എന്തൊരു അക്രമം ഇതല്ലേ. വല്ല പിടിയുണ്ട്. ഇത് ആരാ ചെയ്തേ? ആരെന്താന്നൊരു പിടിയില്ല. പോലീസ് അന്വേഷിക്കുന്നുണ്ട്. Jai Hind, sir. Jai Hind, Abjeet. What is the situation update? Yes, sir. I'm coming from the crime scene right now. There was a massacre there, sir. How bad? 3 fatal casualties. Male, 61. Female, 7 months pregnant, age 30. And male child, 10 years old. Tino? Yes, sir. There was another casualty. Male, 36. He's in the OT right now. Forensics? The forensic team is already there, sir. They have collected all the scientific evidences. And photographs? The crime scene has been photographed, sir. As of now, prima facie, it seems to be a robbery gone wrong. What about the further course of action? We will round up all the history sheeters with similar MO, sir. Victim statement? Sir, I have informed the doctor that as soon as the male victim becomes conscious, I should be the first one to be informed. Anything else from your side, sir? Nothing, Abjeet. Keep me updated. Jai Hind, sir. So, what is his condition, doctor? Is he out of danger? Because of skull fracture and intracranial hemorrhage, we have done a burr surgery. And regarding his recovery, he sustained a blunt force trauma to the back of his head, so his condition is still critical. इसको अभी तक एक भी बार होश नहीं आया? Already past 48 hours, he's still unconscious. Well, it might take time. ഋതു, ഹരീഷേട്ടാ, ഞങ്ങളന്ന് രാവിലെ വീട്ടിലൊന്ന് കണ്ട ശേഷം പിറ്റേന്നൊരു ട്രാവൽ ഉണ്ടായിരുന്നു ഒരുമിച്ച്. ഇന്നലെ രാത്രിയാണ് എത്തിയത്. അതാ വരാൻ ലേറ്റായത്. ഇറ്റ്സ് ഓക്കെ. എന്താ പറയാ, ഭയങ്കരമായിപ്പോയി. ആരാ എന്താന്ന് വല്ല പിടിയുണ്ടോ? ഇപ്പം ആരാ കൂടെ ഉള്ളത്? നാട്ടിൽ നിന്ന് വലിയച്ഛൻ വന്നിട്ടുണ്ട്. പിന്നെ ചേട്ടൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ. ഫാർമസിയിലേക്ക് പോകായിരുന്നു. കുറച്ച് മെഡിസിൻസ് വാങ്ങിക്കാൻ. മെഡിസിൻസ് ഞാൻ വാങ്ങിട്ട് വരാം. ഇല്ല, കുഴപ്പമില്ല, തന്നോളൂ. ഇല്ല, കുഴപ്പമില്ല. ഞാൻ പോയി വാങ്ങിട്ട് വരാം. നോ, ഇറ്റ്സ് ഓക്കെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ നിൽക്കാട്ടോ അവിടെ. ഇല്ല, കുഴപ്പമില്ല. ഇപ്പം അത്യാവശ്യമൊന്നുമില്ല. പിന്നെ എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ. താങ്ക് യു ഫോർ ആസ്കിങ്. വെല്ലച്ചൻ എന്തായാലും നാട്ടിലേക്ക് പോയിക്കോ. വെല്ലുമ്മയ്ക്ക് വയ്യാണ്ടിരിക്കല്ലേ.
അല്ല അവന് ബോധം തെളിഞ്ഞിട്ടില്ലല്ലോ മോളെ. ഞാൻ നിൽക്കാം. വേണ്ട വലിയച്ഛ, ഇവിടെ ഇപ്പം എല്ലാവരും ഉണ്ടല്ലോ. നീ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ മോളെ. ഞാൻ ഇത്രയും പിടിച്ചത് നിങ്ങൾ ഇനി ഇവിടെ നിൽക്കണ്ട, നാട്ടിലേക്ക് പോയി. അത് നമുക്ക് ആലോചിക്കാം. തൽക്കാലം വലിയച്ഛൻ പോയിക്കോ. ഇത്രയും ദിവസമല്ലേ വന്നിട്ട്. इधर आओ, खड़े हो जाओ सब। देखो ऋषि, इनमें से कोई है? ऋषि, can you recognize them? Look at them. Can you recollect anything? The whole police force is with you. Look carefully. You are the only witness we have, Rishi, and your identification is most important for us. Can you identify them, Rishi? Try, Rishi. You can identify them. Come on, Rishi. We know one of them is involved in this. സാർ എനിക്കൊന്നും ഓർമ്മയില്ല. Focus. See, look. याद नहीं. I don't remember anything. ऐसा मत बोलो, ऋषि. You have to try harder. मुझे कुछ याद नहीं. ഹലോ ഋതു. ഞങ്ങൾക്ക് ഒട്ടും മനസ്സുണ്ടായിരുന്നില്ല കേട്ടോ നിങ്ങളെ ഇവിടെ ആക്കിയിട്ട് പോരാൻ. നിങ്ങൾ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ സമ്മതിച്ചത്. ഇത്രയും വലിയൊരു ട്രാജഡി നടന്ന വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുക എന്ന് പറഞ്ഞത് ഋഷിക്ക് മെന്റലി വലിയ പ്രയാസമായിരിക്കും. ഋഷിക്ക് മാത്രമല്ല ഋതുവിനും. മനസ്സിലായി ചേച്ചി. ഞങ്ങൾ ഇപ്പോഴും പറയുക, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ മതി, ഞങ്ങൾ വരാം. കുറച്ചു നാൾ ഞങ്ങളുടെ കൂടെ നിൽക്കുക കേട്ടോ. അറ്റ്ലീസ്റ്റ് ഋഷിയുടെ ഹെൽത്ത് ഓക്കെ ആവുന്ന വരെയെങ്കിലും. എന്താവശ്യമുണ്ടെങ്കിലും ഏത് സമയത്താണെങ്കിലും ഞങ്ങളെ വിളിക്കാൻ മടിക്കരുത് കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാം. ശരി, ബൈ. अच्छा
അച്ഛാ മോനെ ഋഷി ഡാ ഋഷി അപ്പോ അനുവേ ഋതു ഋതു നവീൻ ഹായ്. എന്താ ഇവിടെ ഒഫീഷ്യൽ ട്രിപ്പ് പോലാണോ? അല്ലല്ല, ഹോസ്പിറ്റലിൽ നേരെ ഇങ്ങോട്ടാണോ പോകുന്നത്? ഇല്ല, വീട്ടിലാ പോയെ. ചേട്ടൻ്റെ ഒരു ഫ്രണ്ടും ഫാമിലിയും ഉണ്ട്. അവരെ നിർബന്ധിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഓക്കെ. ഫോൺ ഓഫാന്ന് തോന്നുന്നല്ലേ? ഞാനിപ്പോൾ ഫോൺ യൂസ് ചെയ്യാറില്ല. എനിക്ക് ആക്ച്വലി ഹോസ്പിറ്റലിൽ കുറച്ച് ദിവസം കൂടെ നിൽക്കണമെന്നുണ്ടായിരുന്നു. അത് സാരമില്ല, എല്ലാവരും ഉണ്ടായിരുന്നല്ലോ അവിടെ. ഞാനാകെ റെസ്റ്റ്ലെസ് ആയപ്പോൾ ഇറങ്ങിയതാണ്. ഹരീഷേട്ടന് അറിയില്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ ആക്ച്വലി നിങ്ങളുടെ വീട്ടിൽ പോയിരുന്നു. അപ്പോൾ അവിടെ ഉള്ളവരാ പറഞ്ഞ് നിങ്ങൾ 4 മാസമായിട്ട് ഇവിടെയാണ്. നമ്മളന്ന് വീട്ടിൽ വെച്ച് കണ്ടു, സംസാരിച്ചു. അതിനുശേഷം ഒരു ഡിസിഷനിലേക്കൊന്നും എത്തിയില്ലല്ലോ. അതിനെക്കുറിച്ചൊന്നും ഞാൻ പിന്നെ ചിന്തിച്ചിട്ടില്ല. ഞാനിപ്പോൾ ഇങ്ങനെ പറയാൻ പാടുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ വെയിറ്റ് ചെയ്യാൻ ഋതുവിനെ ഒന്ന് അറിയിക്കണമെന്ന് തോന്നുന്നു. വേണ്ട നവീൻ, വെയിറ്റ് ചെയ്യണ്ട. അത് നവീനെ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, പക്ഷേ അങ്ങനൊരു മാനസികാവസ്ഥയിലല്ല ഞാൻ. ഇല്ല, ഞാൻ ഫോഴ്സ് ചെയ്യല്ല. പെട്ടെന്നൊരു ഡിസിഷൻ പറയാൻ വേണ്ടിയിട്ടും പറഞ്ഞതല്ല. നവീൻ എന്നെക്കാട്ടിലും നല്ലൊരാളെ കിട്ടും. വീട്ടിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നില്ല. ചേട്ടൻ നവീനെ കണ്ടാൽ പിന്നെ വെറുതെ എന്തിനാ? ഐ ഡോണ്ട് വാണ്ട് ദാറ്റ്. I've decided to stay with my brother. I'm sorry.
எங்கடா ஓடுறீங்க? ஆம்பளையா இருந்தா வாங்கடா. கமான் ஃபைண்ட் மீ. நான் மட்டும் வரேன்டா. வா 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 வா. மவனே ஓடுனா எது வரைக்கும் ஓடுவடா? ஒளிஞ்ச எத்தனை நாளைக்கு? என் ஏரியால உன் வியாபாரத்தை கொண்டு வராதன்னு சொன்னாங்கல்ல எங்க ஆளுங்க. இந்த லூயிஸ் தர உயிர் பிச்சையை வாங்கிட்டு திரும்பி பார்க்காம ஓடிடு. திரும்பி பார்த்தேன், டேய் போலீஸுக்கு தான் பிரச்சனை. நீ செத்தா ஒரு நாயும் சாட்சி சொல்லாது. புரியுதா? என்ன நீங்க இருக்கிற பக்கம் வர மாட்டேனா? என்ன விட்டுருங்கண்ணா, நான் ஓடிடுறேண்ணா. அண்ணா கையெடுத்து கும்பிடுறேண்ணா, என்ன விட்டுருங்கண்ணா. चल நாங்க சேர்ந்து நடு ரோட்ல போட்டு தாத்துன்னு சாத்திட்டோம். இதுக்கு மேல அவன் ஒம்புக்கு வந்தான், அவன் உயிரோட போக மாட்டான். அம்மா நீ எங்க இருக்க? வீட்ல ஹவுஸ்க்கு வா. மச்சான் ஒரு நிமிஷம்.
ये तो वही है ना? मैं वही सोच रहा था। तू अभी तक मरा नहीं, जिंदा है। तू क्या इसको भगा रहा था? कुछ बोलता क्यों नहीं तू? आज भेज देना ज़रूर, मैं आपका वेट करूंगा। 1 मिनट होल्ड में रखना, मैं आपको थोड़ी देर में फ़ोन करता हूँ। भैया आज का न्यूज़पेपर आ गया? जी आज का न्यूज़पेपर आ रखा है, आप देख लो आपको कौन सा न्यूज़पेपर चाहिए। और बताइए मैडम, और क्या चाहिए? एक चाय पत्ती। एक चाय पत्ती? जी। एक चाय पत्ती, और बताइए? और 6 अंडे। 6 एग। और एक दूध का पैकेट भी। एक दूध का पैकेट, 6 अंडे। लो जी आपका सामान। और ये 2 न्यूज़पेपर्स भी। कितना हुआ? आपका पेमेंट हो गया 150। थैंक यू। थैंक यू। लो मैडम जी आपके पैसे रिटर्न। ओह
ये आपके पैसे। सॉरी, थैंक यू। ओके। പേജിലുണ്ട്. സർ, കേരളത്തിൽ ഋഷിയുടെ നാട് എവിടെയാണ്? കോട്ടയം ഏറ്റുമാനൂർ അച്ഛൻ്റെ നാട്. ഞാൻ വളരെ ചെറുപ്പം മുതൽ ഇവിടെ തന്നെയായിരുന്നു. ഫാദറിന് ഇവിടെ ആയിരുന്നു ജോലി. ഇപ്പോൾ റിട്ടയറായി. സാറിന് എങ്ങനെ മലയാളം അറിയാം? ഞാൻ കാലിക്കറ്റ് NIT-ലാണ് എഞ്ചിനീയറിംഗ് ചെയ്തത്. സോ ഐ സ്പെൻഡ് 4 to 5 years there. ഓക്കെ. പിന്നെ IPS-ൽ കുറേ ബാച്ച്മേറ്റ്സ് ഉണ്ടായിരുന്നു, മലയാളീസ്. ഓ ഓക്കെ. യു ആർ എ മാർഷൽ ആർട്സ് ടീച്ചർ, റൈറ്റ്? യെസ്. ഏത് മാർഷൽ ആർട്സാണ് പഠിപ്പിക്കുന്നത്? സാർ കേട്ടിട്ടുണ്ടോ? വിങ് ചുൻ എന്ന് പറയുന്ന ഒരു മാർഷൽ ആർട്ടാണ്. ഓ, വിങ് ചുൻ. I've heard about Bruce Lee and Ip Man. യാ, ബ്രൂസ്ലി ആദ്യമായി പഠിച്ചൊരു മാർഷൽ ആർട്ടാണ് വിങ് ചുൻ. ബ്രൂസ്ലിയുടെ മാസ്റ്ററാണ് ഇപ് മാൻ. Isn't it a form of Kung Fu? അതെ സർ, ഇത് കങ്ഫൂൻ്റെ തന്നെ മറ്റൊരു സ്റ്റൈലാണ്. Okay. We were discussing a serious matter. ഓക്കെ. അപ്പോഴാണ് വേദ പറഞ്ഞത് ഋഷിക്ക് ഒരു ഇൻസിഡൻറ്റ് പറയാനുണ്ടെന്ന്. അതെ സർ, ഒരു 2 months ബാക്ക് ഡെഹ്റാഡൂൺ മലയാളി അസോസിയേഷൻ ഒരു മിക്സ്ഡ് മാർഷൽ ആർട്സ് വർക്ക്ഷോപ്പ് ഓർഗനൈസ് ചെയ്തിരുന്നു ഋഷികേശിൽ. ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നത്തെ ഈ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് സിഫു ഋഷിറാമും അദ്ദേഹത്തിൻ്റെ സഹോദരി ഋതുറാമുമാണ്. അവരെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. സിസർ പ്ലീസ്. ലൈക്ക് യു ഓൾ സെഡ്, കുങ്ഫു എന്ന വാക്ക് എല്ലായിടത്തും ചൈനീസ് മാർഷൽ ആർട്സിനാണ് റിപ്രസെന്റ് ചെയ്യുന്നത്. പക്ഷെ ചൈനയിൽ അല്ലെങ്കിൽ ചൈനീസ് ഭാഷയിൽ കണ്ടിന്യൂസ് പ്രാക്ടീസിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന ഏതൊരു സ്കില്ലിനെയും അറിവിനെയും കംഫു എന്ന് വിളിക്കും, നോട്ട് നെസസറിലി മാർഷൽ ആർട്സ്. കങ്ഫു എന്ന ചൈനീസ് മാർഷൽ ആർട്സിൽ ഒരുപാട് സ്റ്റൈൽസ് ഉണ്ട്, ലൈക്ക് വൂഷു, വിൻ ചുൻ, ടൈ ചി, ഷാവലിൻ കങ്ഫു ആൻഡ് മെനി മോർ. Every style has its own philosophy and practice. നിങ്ങൾ ചെയ്യുന്നില്ലേ? अभी करने का मन नहीं है. Once again, ready? 1, 2, 3. ഫോം ചെയ്യാതെ മാറുന്ന ആ കുട്ടികളെ ഞാൻ ശ്രദ്ധിച്ചു. യൂഷ്വലി മാർഷൽ ആർട്സ് പഠിക്കുന്ന കുട്ടികൾ ഇങ്ങനെ പെരുമാറില്ലല്ലോ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു.
ഫ്രം ദ വെരി ബിഗിനിങ് ഓഫ് ദ ക്യാമ്പ് അവർ വളരെ ഇൻഡിഫറൻ്റ് ആയാണ് പെരുമാറുന്നതെന്ന് ഓർഗനൈസേഴ്സായി സംസാരിച്ചപ്പോൾ മനസ്സിലായി. അവർ ഈ കുട്ടികളോട് സംസാരിക്കാമെന്ന് പറഞ്ഞെങ്കിലും അത് വേണ്ട, പിന്നീടാവട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ ക്ലാസ് കണ്ടിന്യൂ ചെയ്തു. വിങ് ചുൻ മാർഷൽ ആർട്സ് ക്രിയേറ്റ് ചെയ്തത് നിഗ്മ എന്ന ലേഡിയാണ്. ഹാർഡ് എനർജി സോഫ്റ്റ് എനർജി കൊണ്ട് പവർ ഡിവൈഡ് ചെയ്ത് കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്ന രീതിയാണ് വിങ് ചുട്ടേത്. ഇത് ഞങ്ങൾ ക്യാമ്പിലെ കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിച്ചു. അതിനിടെ യുവർ നെയിം വരുൺ. ആൻഡ് യോഴ്സ്? ഡെല്ല. പ്ലീസ് കം. ആരെങ്കിലും ബോയ്സ് എന്ന് വരൂ. Take position. Are you okay? Are you okay? Okay. Neck ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കി. You sure? സംടൈംസ് ഫൈറ്റ് ചെയ്യുമ്പോഴും മറ്റും അഗ്രസീവ് മൂവ്സ് ഫൈറ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാറുണ്ട്. പക്ഷെ ഒരു ഫൈറ്റ് ടെക്നിക് പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഡെമോൺസ്ട്രേഷൻ ചെയ്യുമ്പോൾ ആറ്റിറ്റ്യൂഡ് അങ്ങനെ ആയിരിക്കില്ല. When the opponent applies force on you, just read it. ഇതങ്ങനെയായിരുന്നില്ല. അവന്റെ കണ്ണിൽ ഒരു ക്രിമിനലിന്റെ മൈൻഡ് സെറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നി. ഓ, എന്നിട്ട് ഞാനും എൻ്റെ സിസ്റ്ററും അതത്ര കാര്യമായി എടുത്തില്ല. പിന്നെ ഈ ഇൻസിഡന്റ് കൂടി ആയപ്പോൾ ഓർഗനൈസേഴ്സിന് അത് ഇഷ്ടപ്പെട്ടില്ല. അവരെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്തു. പക്ഷെ ഓർഗനൈസേഴ്സ് പറയുന്നത് കേൾക്കാൻ കൂട്ടാക്കാതെ അവർ വയലന്റായി ഷൗട്ട് ചെയ്ത് ഇറങ്ങിപ്പോയി. പിന്നീട് ഒരു 1 വീക്ക് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ TV കണ്ടുകൊണ്ടിരുന്നപ്പോൾ एक बार फिर लुइस एंथनी और उसके सभी साथी कानून की नजर में धूल झोंकने में सफल रहे. अभियोजन पक्ष लुइस एंथनी और उसके साथियों को सजा दिलाने में असफल रहा. ക്യാമ്പിനിടയ്ക്ക് ഈ കുട്ടികളെ കുറിച്ച് എനിക്കുണ്ടായ ജഡ്ജ്മെന്റ് എത്ര ശരിയായിരുന്നു എന്ന് ഞാൻ ഓർത്തു. അല്ല, എൻ്റെ ജഡ്ജ്മെന്റിനേക്കാൾ ഒരുപക്ഷെ മുകളിൽ. ഈ തോട്ടിൽ ഞാൻ ഡിസ്റ്റർബ്ഡ് ആയിരിക്കുമ്പോഴാണ് വേദ സാർ എന്നോട് ഈ മാറ്റർ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നി സാറിനോട് സംസാരിക്കണം. He is their leader. He's a notorious criminal with a long history of crime. How his gang is different from others is most of his gang members are trained martial artists, and some of them are from Kerala. We don't know whether he trains them or recruits trained martial artists. We want to know from your association, what are your procedures to sort out students with criminal backgrounds? Police have their own way, but then the investigations might lead to criminals being warned. Can you get me some information? തീർച്ചയായിട്ടും സാർ. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ. എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ഞാൻ സാറിന് പാസ് ചെയ്യാം. ഐ വിൽ ഡു മൈ ലെവൽ ബെസ്റ്റ്. അന്ന് നമ്മുടെ ക്യാമ്പിൽ പ്രശ്നം ഉണ്ടാക്കിയ പിള്ളേരില്ലേ, അവരുടെ ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്യാവോ മാസ്റ്റർ? അന്ന് പ്രശ്നം ഉണ്ടാക്കിയവരല്ലേ? സെൻസ് ആയത് നമ്മുടെ സിസ്റ്റത്തിൽ കാണുമല്ലോ, ഒന്ന് ചെക്ക് ചെയ്യും. മാസ്റ്റർ ഓർക്കുന്നില്ലേ, അവർ നമ്മുടെ ഓൺലൈൻ എൻട്രിയിലൂടെ വന്നവരല്ല. അതാ ക്യാമ്പിൻ്റെ അന്ന് രാവിലെ കുറച്ച് ഓപ്പൺ എൻട്രി എടുത്തില്ലേ, അതിലൂടെ വന്നവന്മാരാ. എന്താ മാസ്റ്ററെ? സർ, ഞാനിതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചിരുന്നു. ഡൽഹിയിലെയും കേരളത്തിലെയും അസോസിയേഷനിൽ നിന്നാണ് എനിക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിച്ചത്. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പോലീസിന്റെ കേസ് ഹിസ്റ്ററിയിൽ ഉണ്ടായിരിക്കും, സാറിനും അറിയായിരിക്കും. എന്നാലും ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ ഞാൻ സാറിനോട് പറയാം. Okay, go ahead. സർ ലൂയിസ് ആന്റണി 1999 ഡൽഹിയിൽ നടന്ന കരാട്ടെ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ 16 കാറ്റഗറിയിൽ വിന്നറായിരുന്നു ഇയാൾ. Oh, so he's a national karate champion? Yes, sir. He was an aggressive player. പിന്നീട് ഡ്രഗ് യൂസും ക്രിമിനൽ കേസുമായി ഇയാളുടെ ലൈഫ് വേറൊരു രീതിയിലായി. അതിനുശേഷം പലപ്പോഴും ഇയാളെ ടൂർണമെന്റ് നടക്കുന്ന പല സ്ഥലങ്ങളും കണ്ടിട്ടുണ്ടെന്ന് അസോസിയേഷനിലെ ഫ്രണ്ട്സ് പറഞ്ഞു. അവിടെ ചില പാർട്ടിസിപ്പൻസിന്റെ കൂടെ കൂടി ഇയാള് ജഡ്ജസിന് നേരെ വയലന്റ് ആകുകയും ചിലപ്പോൾ ഒരു സൈക്കോയെ പോലെ പെരുമാറുകയും അവിടെ ഒരു ടെറർ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാറുണ്ടെന്നാണ് ഞാൻ കേട്ടത്. അങ്ങനെയായിരിക്കും ചിലപ്പോൾ ഇയാളുടെ ആറ്റിറ്റ്യൂഡുള്ള ഫൈറ്റേഴ്സിനെ കൂടെ കൂട്ടുന്നത്.
സർ, അതുപോലെ ഇയാളുടെ കൂടെയുള്ള ചില ആളുകളുടെ കുറച്ച് ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. സർ, ഹീസ് നാസർ അലി, മലപ്പുറം സ്വദേശിയാണ്, കേരളത്തിൽ നിന്ന്. ക്യോക്കുഷൻ കരാട്ടെ മൊയ്തായ് പ്ലെയർ. ഐ ഹേർഡ് ഈസ് എ ടെറിഫിക് ഫൈറ്റർ. പല ടൂർണമെന്റ്സിലും ഇയാൾ വിന്നറായിരുന്നു. ഇയാൾക്കെതിരെ കുറെ പോലീസ് കേസ് ഉണ്ടായപ്പോൾ അസോസിയേഷൻ ഇയാളെ ബാൻ ചെയ്തു. ഒരു പ്രാവശ്യം ടൂർണമെന്റിൽ ഇയാൾ റെഫറി അടിച്ച് ഭയങ്കര പ്രശ്നമുണ്ടായി. നൗ ഹീസ് വിത്ത് ലൂയിസ്. സർ, ഇത് ഹിമാൻഷു സിംഗ്, ഉത്തർപ്രദേശിൽ നിന്നാണ്. ഇയാളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും എനിക്കറിയില്ല. നല്ല ഫൈറ്റർ ആണെന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. സർ, ഇത് ജെൻസൺ. ഞാനന്ന് സാറിനോട് പറഞ്ഞില്ലേ, അന്ന് ക്യാമ്പിൽ വന്ന 3 പേരിൽ ഒരാളാണ് ഇവൻ. ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് കേസുകളുണ്ട് ഇവന്റെ പേരിലെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇവനാണ് ലൂയിസിന്റെ ഇപ്പോഴത്തെ വലങ്കൈ. ഇയാള് ജൂഡോ പ്ലെയർ ആണ്. ലൂയിസിന്റെ ഗാംഗിൽ ഏറ്റവും ഡേഞ്ചറസ്. സർ, ഇത് സെന്തിൽ ഫ്രം കന്യാകുമാരി. ഇവൻ ഒരു കങ്ഫു പ്ലെയർ ആണ്. ടാർസൻ ജോബി, രുദ്ര. അച്ഛൻ നോക്കിയിറങ്ങ. അനു, നോക്കിയിറങ്ങ. നല്ല ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ ഉണ്ടടാ. അടിപൊളിയായിട്ടുണ്ട്. നീ ഇതിന്റെ പേപ്പറുകളൊക്കെ നോക്കിയതാണല്ലോ അല്ലേ? ഡോക്യുമെന്റ്സ് എല്ലാം പക്ക. ബ്യൂട്ടിഫുൾ അല്ലേ അച്ഛാ? വീഴാണ്ട് പതുക്കെ പോടാ. അത് പൊട്ടിക്കല്ലേ, പഴുത്തിട്ടില്ല, കുടിക്കും. നമ്മളിവിടെ ആപ്പിൾ മാത്രമേ ഉള്ളൂ. മെയിൻ ആയിട്ട് ആപ്പിൾ. കുറച്ച് ആപ്പിൾ കുറച്ച്. അപ്പു, നിനക്ക് സ്കൂളില്ലടാ. വെക്കേഷൻ ആവുമ്പോൾ നമുക്കൊന്ന് ഡിസംബർ ജാനുവരി ആണ് ഇവിടെ നിറയെ മഴ. അപ്പൊ തന്നെ ഞങ്ങൾക്കും വരണം. എല്ലാരെയും കൊണ്ടുവരാം. Abhijit Rana, Commissioner. Sir, Deepak NI. What about Whithouse murder? Yes, you heard it right. The investigations are underway, and I can't divulge any information right now. About victims? I can tell you that there are 4 victims, all 4 fatal. The killing seems to be gang rivalry. Sir, any suspects? No, as of now, we cannot divulge any further information. Okay, sir, we will report it like this. Thank you. Newspaper or single column news. 4 criminals dead. Killing seems to be a gang rivalry. The Lewis and the gang. Konnadu the gang. और കഴിഞ്ഞു. तुम सब सारे के सारे निकम्मे हो. आज तक कुछ भी पता नहीं कर पाया. किसकी हिम्मत हुई लुइस के आदमियों को मारने की? Who is the shadow killer? Gang or police? Where are they hiding?
അപ്പു ആ മുത്തശ്ശ. ആ വഴി കണ്ടോടാ? മഹാഭാരതത്തിലെ അവസാനം പഞ്ചപാണ്ഡവരും ദ്രൗപദിയും കൂടി സ്വർഗാരോഹണത്തിന് നടന്നുപോയ കഥ മുത്തച്ഛൻ പറഞ്ഞു തന്നിട്ടില്ലേ? പോയ വഴിക്ക് ദ്രൗപദിയും നകുല സഹദേവന്മാരും അർജുനും ഭീമനും വീണുപോയിട്ട് അവസാനം യുധിഷ്ഠിരനും പിന്നാലെ വന്ന ഒരു നായയും മാത്രം സ്വർഗത്തിലെത്തി. അപ്പോൾ അവരൊന്ന് നടന്നുപോയി എന്ന് പറയപ്പെടുന്ന വഴിയാണിത്. അപ്പൊ നമ്മളെ എവിടെയാ നിൽക്കണത് നിനക്ക് മനസ്സിലായോ? ആ മുത്തശ്ശ, അപ്പൊ ഈ വഴി കൂടെ നടന്നു പോയ സ്വർഗത്തിലെത്തുവോ? അത് മുത്തച്ഛൻ അറിയില്ല. പിന്നെ മരണശേഷം എല്ലാവർക്കും സ്വർഗത്തിലേക്ക് എത്തണം തന്നെ അല്ലയുടെ ആഗ്രഹം.
Veda. Lewis gang. 8 killed in 2 weeks. I think I might know who the wounded hunter is. And he's not going to stop until he finds his last prey. Who is this? ഋഷി റാം എന്ന പേര് ഓർമ്മയുണ്ടോ ലൂയിസിന്? Hey, what a pleasant surprise. We were just discussing about you. മറന്നു തുടങ്ങുമ്പോൾ ചില ഓർമ്മപ്പെടുത്തലുകൾ നല്ലതല്ലേ ലൂയിസ്? ബീറ്റിൽ ഹൗസിലും ലംബിദാറിലും ഞാൻ നിന്നെ അന്വേഷിച്ചു വന്നത് നീ അറിഞ്ഞു കാണുമല്ലോ. എന്തിനാണ് മാസ്റ്റർ എന്നെ അന്വേഷിച്ച് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? If you had told me where you are, I would have come to you. ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. വഴി പറഞ്ഞു തന്നിട്ടല്ലോ നമ്മൾ തമ്മിൽ കണ്ടത്. Try to find me again. Your death awaits you. I love kids. Hello. Sorry to disturb you while you're having your food. ഈ ഋഷിറാം എവിടെയുണ്ട്? Where is he? എനിക്കൊന്ന് പറഞ്ഞു തരാം. You know him, right? Hey! चल चल, हर कोने पे जाओ। तुम लोग सब वहां पे नीचे। एक्सेल दुआ, दरवाजा खोल। നമ്മൾ എത്രാമത്തെ ടവറിലാണ് ഇറങ്ങുന്നേ? നമ്മൾ 10th ടവറിലാ, ഏറ്റവും ടോപ്പിൽ. നീ കണ്ടോ? ഇറ്റ്സ് എ പ്ലേസ് ലൈക്ക് ഹെവൻ. 10th tower, to savor the melodies of heaven. Maria Sa.
अब तू नहीं बचेगा साले, अब तू नहीं बचेगा। Hey, Kung Fu Master. I like your design. എനിക്ക് ഇഷ്ടമായി നിന്റെ ഈ ഡിസൈൻ ഓഫ് വെഞ്ചൻസ്. മഞ്ഞുമൂടിയ ഹിമാലയൻ താഴ്വരയിൽ മരണത്തിന്റെ സംഗീതം. What a wonderful concept. I didn't know you had a beautiful sister. Now this is romantic. Romantic as hell. Isn't it, my love? Hell is where we will be sending you soon. Oh, she speaks so well. Now, tell me, Master, what's next? Nee ende aalugale konnu. That's okay. I take it in a sportsman spirit. You came after me. I killed your family. Then you killed my people. Now it's my turn. Now it's my turn. അതിന് എന്റെ ടേൺ കഴിഞ്ഞില്ലല്ലോടാ. Kill her! ചോട്ടുമാൻ!
Welcome to the melodies of heaven. I'm coming. Just die.